സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതങ്കാലദേശാവതിഭ്യാനിർമുക്തം നിത്യമുക്തം നിഗമജടസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദിട്ടമാത്രേ പുനരുപുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത് ഭാതി സാക്ഷാത് ഗുരുഭവനപുരേ ഹന്ത ഭാഗ്യം ജനാനാം. നമസ്കാരം. സനാതനധർമ്മ സംഹിതകളിലെ വിജ്ഞാനശകലങ്ങൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. ഒരു ഭാഗവത സപ്താഹ യജ്ഞം നിമിത്തമുള്ള ചില ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ചില വിടവ് വന്നു. സദയം ക്ഷമിക്കണം എന്ന് എല്ലാവരോടും അപേക്ഷിക്കുന്നു. ശ്രീമദ് നാരായണീയത്തിൽ 44-ാമത്തെ ദശകം വസുദേവര് അവിടെ വന്നു ചേർന്നതായിട്ടുള്ള ഗർഗ മഹർഷിയോട് രാമകൃഷ്ണന്മാരുടെ ജാതകർമ്മങ്ങൾ ചെയ്യാൻ അപേക്ഷിക്കുകയാണ്. മന്ദസ്മിതത്തോടു കൂടിയിട്ട് നന്ദൻ ഗർഗ മഹർഷിയോട് പറഞ്ഞു. പുഞ്ചിരി തൂകിക്കൊണ്ട് അഭ്യർത്ഥിച്ചു. അതിന് ഗർഗൻ്റെ മറുപടിയാണ് അടുത്ത ശ്ലോകം. യദുവംശാചാര്യത്താൽ സുനിവൃതമിതമാര്യം കൃതമിതി കഥയൻ ഗർഗോ നിർഗത പുളക ചക്രേ തപസാഗ്രജസ്യ നാമാനി. യദുകുലത്തിൻ്റെ ആചാര്യനാണ് സത്യത്തിൽ ഈ ഗർഗൻ. യദുവംശം അതിൽപ്പെട്ടതാണ് ദേവകിയും വസുദേവരും. ഇവിടെയോ നന്ദഗോപുര യശോദയായിട്ടാണല്ലോ അമ്മ. യശോദ വളർത്തുകയാണ്, നന്ദഗോപുര വളർത്തച്ഛനാണ്. അപ്പോൾ അവരുടെ കുലത്തിൽപ്പെട്ട ആളല്ല ഈ ഗർഗൻ. ഒരു കുലത്തിൽപ്പെട്ടിട്ടുള്ള ആചാര്യൻ വേറൊരു കുലത്തിൽ സാധാരണ പഴയ കാലത്ത് കർമ്മം ചെയ്യാറില്ല. പതിവില്ല. അതാത് കുലത്തിൽപ്പെട്ട ആചാര്യന്മാരാണ് അതാത് കുലത്തിൽ. അപ്പോൾ ഇവിടെ ഗർഗ മഹർഷിക്ക് അതിനുള്ള നിയോഗം വന്നിരിക്കുന്നു. ചെയ്യാം, പക്ഷേ അത് അങ്ങനെ ആരും അറിയണ്ട എന്നാണ് ഗർഗ മഹർഷി പറയണത്. എന്തുകൊണ്ടാണ് അത് അങ്ങനെ വന്നത് എന്ന് ഒരു സംശയം വന്നാൽ അതുകൊണ്ട് പല ബുദ്ധിമുട്ടുകളും ഉണ്ട്. കാരണം ഒരു കാര്യം ഇല്ലാതെ അങ്ങനെ ഒരാചാര്യൻ മാറി മറ്റൊരു കുലത്തിലേക്ക് കർമ്മം ചെയ്യാറില്ല. എന്തെങ്കിലും ഒരു കാരണം അതിനുണ്ടാവണം. അപ്പം അത് സംസാര വിഷയമാവും. ഇതെന്താ ഇപ്പോൾ യദുവംശത്തിൽപ്പെട്ട ആൾ ചെയ്യാൻ തീർച്ചയായിട്ടും അതൊരു സംസാരം ഉണ്ടാവും. സംസാരം ഉണ്ടായാലെന്താ, അതൊരു കുഴപ്പമുണ്ട്. പറഞ്ഞത് കംസൻ്റെ ചെവിയിലും എത്തിയാൽ വസുദേവരെ ഈ മാറ്റി കടത്തിയ വിവരമോ മറ്റോ കംസൻ അറിഞ്ഞാലോ. വെറുതെ അല്ല ഗർഗൻ കർമ്മം ചെയ്യണത്. ഇവിടുത്തെ കൃഷ്ണനെയാണ്, ഉണ്ണിയാണ് അങ്ങോട്ട് മാറ്റിയത് എന്ന് അറിയാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഗൂഢമായിട്ട് അറിയണം. ഈ മാറ്റിക്കിടത്തിയ വിവരം നന്ദഗോപരും അറിഞ്ഞിട്ടില്ല കേട്ടോ. വസുദേവർ മാറ്റിയെന്നേ ഉള്ളൂ. നന്ദഗോപുരം അറിഞ്ഞിട്ടില്ല. അത് ഗർഗൻ പറഞ്ഞിട്ട് അറിയാനും പാടില്ല. അതിന് സമയമായിട്ടില്ല. അപ്പോൾ ഗർഗൻ നന്ദഗോപുരോട് മാറ്റിക്കിടത്തിയ കാര്യം പ്രസ്താവിക്കുന്നില്ല. നോക്കുക, ശ്ലോകത്തിൽ എവിടെയും അത് കാണാനില്ല. പക്ഷെ ഉദ്ദേശിച്ചത് അതാണ്. അതുകൊണ്ട് എന്ത് പറഞ്ഞു? ഗൂഢമായിട്ട് ഇത് ചെയ്താൽ മതി എന്ന് മാത്രമേ പറഞ്ഞു. ഗൂഢമായിട്ട് മാത്രം ഇത് ചെയ്താൽ മതി. അത്യന്തം രഹസ്യമായിട്ട് ചെയ്യണം. ഇതം സുനിവൃതം കാര്യം. ഗൂഢമായിട്ട് ഈ സംസ്കാര കർമ്മം അത്യന്തം ഗൂഢമായിട്ട് ചെയ്യണം എന്ന് പറഞ്ഞു. അത് മാറ്റിക്കിടത്തിയതാണ് എന്ന കാര്യം നന്ദഗോപരെ അറിയിക്കുന്നില്ല. അതപ്പറിയാൻ പാടില്ല, പിന്നീട് തന്നെ അറിയാൻ പാടും. പക്ഷേ പുറത്തേക്ക് അറിയണ്ട ഞാൻ യദുവംശാചാര്യനാണ് എന്നത്. ഇത് മാത്രം പറഞ്ഞു. അതുകൊണ്ട് ഒരുപാട് ആളെ ക്ഷണിക്കുകയോ ഭഗവാന്റെ ഒക്കെ ഘോഷം കൂട്ടിയിട്ടുള്ള കാര്യങ്ങളാണ് പലതും ജന്മോത്സവം മുതൽക്ക് അല്ലേ. പക്ഷെ ഇതങ്ങനെ വേണ്ട എന്ന് ഗർഗൻ പറഞ്ഞു ആദ്യം. രണ്ടാമതായിട്ടോ ഇതി കഥയൻ ഇപ്രകാരം പറഞ്ഞിട്ട് ഗർഗോ നിർഗത പുളക ചക്രേ. ഒരിക്കലും നാമകർമാദികളില്ലാത്തതായിട്ടുള്ള ഗുരുവായൂരപ്പ അങ്ങേക്ക് ആരാ പേരിടുക? അങ്ങേക്ക് പേരിടാൻ ഒരാളുണ്ടാവുമോ? ശരിക്കും അതിൻ്റെ ആവശ്യമുണ്ടോ? അങ്ങനെ ഒരു സാധാരണ ഉണ്ണിയൊന്നുമല്ലല്ലോ അങ്ങ്. പക്ഷേ അതിനുള്ളൊരു മഹാഭാഗ്യം ഗർഗന് കിട്ടിയത് കൊണ്ട് പുളക ചക്രേ എന്ന് പറഞ്ഞിരിക്കുകയാണ്. പുളകം കൊണ്ടു ഈ ഒരു ഭാഗ്യം തനിക്കല്ലേ കൈവന്നത്
എന്തായാലും ആ അവസരം പാഴാക്കിയില്ല. ഭഗവാന് നാമകരണം ചെയ്യാം, ഭാഗ്യം കിട്ടുക. ഇതി കഥയൻ ഗർഗ, പ്രകാരം പറഞ്ഞിട്ട് ഗർഗൻ നിർഗത പുളകച്ചക്രേ രോമാഞ്ചമണിഞ്ഞു. അഗ്രജസ്യ തവ നാമാനി ചക്രേ, അഗ്രജൻ്റെയും അങ്ങയുടെയും നാമങ്ങൾ പറഞ്ഞു, പേരിട്ടു. അങ്ങയ്ക്കും പേരിട്ടു, അങ്ങയുടെ ഏട്ടനായ ബലരാമനും പുളകം കൊണ്ടുകൊണ്ട് ആ ഗർഗമഹർഷി പേരിട്ടു. പരസ്യം കൊടുക്കണ്ട എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ഇതൊരു സംസാര വിഷയമായാൽ മാറ്റിക്കിടത്തിയ വിവരം കംസൻ അറിയുന്നതാണ് കാര്യം. അത് പക്ഷേ ആരോട് പറഞ്ഞില്ല, നന്ദഗോപരോട് ഗർഗൻ പറഞ്ഞിട്ടില്ല. രഹസ്യമായിട്ട് മതിയെന്ന് മാത്രം പറഞ്ഞു. മഹാന്മാരോട് ഒരുപാട് ചോദ്യങ്ങൾ പണ്ട് ചോദിക്കാറില്ല, രഹസ്യമായിട്ട് മതി പറഞ്ഞാൽ അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറയല്ലാണ്ട് എന്തുകൊണ്ട് അങ്ങനെ ചോദ്യം ചെയ്യണ പോലെയോ അത് പാടില്ല എന്നുണ്ട്. അതുകൊണ്ട് എന്തോരം ഒരുപാട് ചോദ്യങ്ങളും ചോദിച്ചില്ല. അങ്ങനെ വെച്ചാൽ അങ്ങനെ യത് വംശാചാര്യത്വാ സുനിഭൃതം, ഇതകാര്യം സുനിഭൃതം രഹസ്യമായിട്ട് ചെയ്യേണ്ടത് ആണ് ഇക്കാര്യം. ഇതി കഥയൻ പ്രകാരം പറഞ്ഞ ഗർഗൻ പുളകം കൊണ്ടു ചെയ്യാൻ തീരുമാനിച്ചു. അതുകൊണ്ടാണ് പുളകം കൊണ്ടത്. ഗർഗോ നിർഗത പുളകശ്ചക്രേ, പുളകം കൊണ്ടു. തവ സാഗ്രജസ്യ നാമാനി, അങ്ങയുടെ ഏട്ടൻ്റെയും നാമങ്ങൾ ചെയ്യാനായിട്ട് തീർച്ചപ്പെടുത്തി. എന്നിട്ട് ആദ്യം ഒരു രസം പറയണം. കഥമസ്യ നാമ കുർവേതകത്ര നാംനോക്യനന്ദനാംനോ വാ ഇതി നൂനംഗർഗ മുനി ചക്രേ തവ താമതാമരഗതി വിഭോ. ആദ്യത്തെ വരിയുടെ കൂടെ രണ്ടാമത്തെ വരിയിലത്തെ ഒരക്ഷരം കൂടി ചേർക്കുമ്പോൾ അവിടെ ആ ട്യൂണ് കിട്ടുള്ളൂ, അതിൻ്റെ രാഗം. കഥമസ്യ നാമ കുർവേതകർത്ര ഇതി നൂനംഗർഗ മുനി ചക്രേ, ആ അക്ഷരം കൂടിയാണ് ചേർക്കുമ്പോഴാണ് ചെല്ലാനൊരു സുഖം കിട്ടുള്ളൂ. കഥമസ്യ നാമ കുർവേ സഹസ്ര ഇതി നൂനംഗർഗ മുനി ചക്രേ, ഇതി നൂനംഗർഗ മുനി എന്ന് പറയുമ്പോൾ അവിടെ ഒരു അർത്ഥമില്ലായ്മയുണ്ട്. കഥമസ്യ നാമ കുർവേ, അടുത്ത വരി എടുക്കാനും പറ്റില്ല, എങ്ങനെ രണ്ടും പറ്റും. കഥമസ്യ നാമ കുർവേ സഹസ്ര നാംനോ അനന്ദനാംനോ വാ ഇതി നൂനംഗർഗ മുനി ചക്രേ തവ നാമ നാമരഗതി വിഭോ. അങ്ങനെയാണ് ഗീതി വൃത്തത്തിൽ പറയണം. കഥമസ്യ നാമ കുർവേ സഹസ്ര നാംനോക്യനന്ദനാംനോ വാ. രണ്ട് വരി കൂടുമ്പോഴേണ് അത് മുറിക്കാനും അങ്ങനെ ആകുമ്പോൾ പറ്റുള്ളൂ. ഇതിങ്ങനെ ആയതുകൊണ്ട് മുറിച്ച് എഴുതിയെന്നേ ഉള്ളൂ. സഹസ്ര ചേർക്കുമ്പോൾ അവിടെ ഇത് വരില്ല, സഹസ്രനാമനോ ഒന്നിച്ചാട്ടോ. കഥമസ്യ നാമ കുർവേ സഹസ്ര നാമോക്യനെന്താന്ന് അങ്ങനെ മുറിക്കാനും പാടില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. നമ്മൾ ചെല്ലാനുള്ളതിനാണ് പറഞ്ഞത്. കഥമസ്യ നാമ കുർവേ സഹസ്ര നാംനോക്യനന്ദനാംനോ വാ, അവിടെ കുർവേ സഹസ്ര നാംനോക്യനന്ദനാംനോ വാ, സഹസ്രനാംനോ എന്ന് ഒന്നിച്ച് തന്നെയാണ് വേണ്ടത്, സംശയമില്ല. എങ്ങനെയാണ് 1000 നാമങ്ങളുള്ള ഈ ഉണ്ണിക്ക് ഞാൻ പേരിടുക? ഞാൻ പേരിട്ടിട്ട് വേണോ? 1000 പേരുണ്ടേ. ദൃഢസംഘർഷണോച്യുതോ എന്നുണ്ട്, സംഘർഷണനും അച്യുതനും രണ്ടുപേരും തത്വനാമത്തിലുള്ളത് തന്നെയാണ്. ആ പേരെന്നെ ഇടാൻ പറ്റുള്ളൂ, അല്ലാത്തൊരു പേരിടാൻ നിവൃത്തിയില്ലല്ലോ. ഇതി നൂനംഗർഗ മുനി ചക്രേ തവ നാമ നാമരഗതി വിഭോ. അതുകൊണ്ടായിരിക്കാം തൻ്റെ ഈ ഗർഗൻ്റെ വിഡ്ഢിത്തരം വേറൊരാൾ അറിയണ്ട, പേരുള്ള ആൾക്ക് തന്നെ അതേ പേര് തന്നെ എടുത്തിടുക, അല്ല പുതിയ പേരിടാൻ പറ്റില്ലല്ലോ. ആ വിഡ്ഢിത്തരം, ആ അനൗചിത്യം മറ്റൊരാളെ തമാശയാണ്, മറ്റൊരാളെ അറിയണ്ട എന്ന് കരുതിയാവോ? രഹസ്യമായിട്ട് മതി എന്ന് പറഞ്ഞത് ആവോ അല്ലേ ഗുരുവായൂരപ്പോൾ ആർക്കറിയാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ രീതിയിലാണ് പറഞ്ഞു പോകുന്നത്. ഇതി നൂനംഗർഗ മുനി ചക്രേ, ഇത് കാരണം ഗർഗമുനി ചെയ്തു നാമകരണം. തവ നാമ നാമരഗതി വിഭോ, എന്തുവരുടെ നാമകരണം ഏകാന്തത്തിൽ വെച്ച് നിർവഹിച്ചത്. 1000 നാമമുള്ള അങ്ങയുടെ നാമകരണത്തിന് മുതിർന്ന ഗർഗമുനിയുടെ വിഡ്ഢിത്തം അപാരം എന്ന് ഉറക്കെ ജനം പറയണ്ട. അറിയാൻ ഞാൻ പറയില്ലല്ലോ. അതുകൊണ്ടാണോ ജനങ്ങളെ അറിയിക്കാത്തത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇതി നൂനംഗർഗ മുനി ചക്രേ തവ നാമ നാമരഗതി വിഭോ. തവ നാമരഗതി ചക്രേ, അങ്ങയുടെ നാമം ഏകാന്തത്തിൽ ചെയ്തത് ആരും അറിയണ്ട എന്ന് വിചാരിച്ചിട്ടാണ്.
അനവധി നാമങ്ങളുള്ള ഒരാൾക്ക് ഗർഗം പേരിടുക അത്രേ, അതിൻ്റെ ആവശ്യം എന്താ എന്ന് കളിയാക്കും എന്ന് വിചാരിച്ചിട്ടാണോ ഏകാന്തത്തിൽ ആരും അറിയാണ്ട് അങ്ങയുടെ നാമം ചെയ്തത് ഗുരുവായൂരപ്പാന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഇത് വംശാചാര്യത്താസുനിവൃതമിതകാര്യകാര്യമിതി കഥയൻ ഗർഗോ നിർഗത പുളക ചക്രേ തപസാകൃതസ്യ നാമാനി കഥമസ്യ നാമ കുർവേ സകത്ര നാംനോക്യനന്ദനാംനോ വാ ഇതി നൂനം ഗർഗമുനി ചക്രേ തവ നാമരഗതി വിഭോ. നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.